സോ ഗൈസ് വെൽക്കം ബാക്ക് അനദർ ഹൊറർ ഗെയിം ഓഫ് വിച്ച് ക്രൈ. ഇന്ന് ഞാനൊരു ചെറിയൊരു ഹൊറർ ഗെയിമായിട്ടാണ് വന്നേക്കുന്നത്. വിച്ചിൻ്റെ ക്രൈ. എൻ്റെ വിച്ച് എന്ന് വെച്ചാൽ മന്ത്രവാദിന് കരിയല്ല. മന്ത്രവാദി നമ്മളെ കരിയിപ്പിക്കുക, അങ്ങനെ എന്താണ് പേര് എന്തെങ്കിലും അവിടെ. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് തുറക്കുമ്പോൾ തന്നെ ഒരു സ്റ്റോറി കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത്, സ്റ്റോറി എന്ന് വെച്ചാൽ നമ്മൾ കട്ടുമ്പോൾ കിടക്കുമ്പോഴേക്കും ജനലിൽ പെട്ടെന്ന് ഒരു കാറ്റടിച്ച് തുറന്ന്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് നേരെ കട്ടുമ്പിൻ്റെ അടിയിൽ കിടന്ന് നമ്മൾ 2 ധൈര്യം സംഭരിച്ച് നമ്മുടെ കയ്യിൽ ഒരു കവണ ഉണ്ടായിരുന്നു. അപ്പോൾ കവണയും കൊണ്ട് നമ്മൾ നേരെ ജനലിയുടെ അവിടെ പോയി ഒരു വലിയൊരു കാറ്റൊന്നും നമ്മളടിച്ച് നമ്മൾ നേരെ നിലത്തായിട്ട് വേണം ബോധം കെട്ടുപോയി നമ്മുടെ. പിന്നെ ബോധം വന്നപ്പോൾ ഒരു സെല്ലിലാണ്. സെല്ലിനകത്ത് നമ്മൾ ബോധം വന്നപ്പോൾ നമ്മൾ നോക്കും നമ്മുടെ കയ്യിലൊരു കവണയുണ്ട്. അതാണ് ഇപ്പം നേരത്തെ എഴുതി കാണിച്ചത്. ഞാൻ നിങ്ങൾ നേരെ ബോറടിപ്പിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ നേരെ അത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞത്. എന്തെങ്കിലും നമുക്ക് തിന്നാൻ പറ്റില്ല. പിന്നെ ഇത് നമ്മൾ ഗേറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു താക്കോലാണ് നമ്മൾ ഗൈസിനെ ഒപ്പിക്കേണ്ടത്. നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. നമ്മൾ ഫുൾ സെർച്ച് ചെയ്ത് തന്നെ കിട്ടും ഗൈസ്. അവിടെ നേരെ കിടക്കണം ഗൈസ്. ഗെയിം ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് ഗൈസ്. ഇടയ്ക്കൊരു എന്താണ് ഇപ്പോൾ എടുത്തപ്പോൾ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വെച്ചാൽ സ്റ്റക്കായൊന്നൊരു ഡൗട്ടില്ല ഗൈസ്. നമുക്ക് എന്തെങ്കിലും കളിക്കുമ്പോൾ പറയാൻ താക്കോൽ ഇട്ടിട്ടുണ്ട് ഗൈസ്. താക്കോൽ കൊണ്ട് നമുക്കിത് എന്തെങ്കിലും കീ തുറക്കാം. കീ തുറന്നിട്ടുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഇതിൻ്റെ പുറത്തായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മെയിനിൽ വെച്ചാൽ നമുക്കിത് എസ്കേപ്പ് ആവണം. ഈ വീട്ടിൽ നിന്ന് നമ്മുടെ വിച്ചിൻ്റെ വീട്ടിൽ നമുക്ക് എസ്കേപ്പ് ആവണം. അതാണിത്. ഇവിടെ ഒരു ബോക്സ് നമുക്ക് തുറക്കാനുണ്ട് ഗൈസ്. ഇതിൻ്റെ പുറത്തൊരു കൈ ഉണ്ട് കേട്ടോ ഗൈസ് എന്നെ അടിച്ച് ഗൈസ്. ആ കൈ ഗൈസ് എനിക്കൊന്നും നമ്മളെ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, റിച്വൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. മനസ്സിലായില്ലേ? കുഞ്ഞു പിള്ളേരെ കൊണ്ട് റിച്വൽ ചെയ്യില്ല. റിച്വലൊക്കെ കുരുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് നമ്മൾ കൊണ്ടുവന്നാണ് തോന്നുന്നത് ഗൈസ്. പിന്നെ ആ ഡോറിൻ്റെ അവിടെ സ്മെല്ല് മൂക്ക് എന്താണ് അവിടെ സ്മെല്ലിന് എന്താണ് കൊടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. എന്നാലാണ് ആ ഡോറ് തുറക്കുള്ളൂ എന്ന് തോന്നുന്നു. അവിടെ മൂക്കിൻ്റെ പടവും ഒരു സ്മെല്ലിൻ്റെ ആ ഒച്ച ഉണ്ടാക്കുന്നുണ്ട് മണത്തണ പോലെ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അവിടെ എന്തെങ്കിലും സ്മെല്ല് എന്തെങ്കിലും ഐറ്റംസ് അവിടെ കൊടുത്താൽ ചിലപ്പോൾ ഡോറ് തുറക്കായിരിക്കും ഗൈസ്. അറിയില്ല ഗൈസ്. പിന്നെ ഫ്രണ്ടിലായിട്ട് ഒരു ക്ലോക്ക് ഉണ്ട്. എന്താ നോക്കട്ടെ ഗൈസ്. ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല ഗൈസ്. ചെറുതായിട്ടൊരു ടെൻഷൻ ഉണ്ട്, പേടിയുണ്ട്. കാരണം എങ്ങനെ എത്ര ഫാസ്റ്റ് ഉണ്ടെന്ന് അറിയില്ലല്ലോ. ആ ഒരു ടെൻഷനുള്ളൂ. പേടിയൊന്നുമില്ല. അറിയാലോ ഇവിടെ എന്താണ്ട് കൊടുത്തിട്ടുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ എന്താണ്ട് പാറ്റ് എന്താണ്ട് മരുന്നിന് അസുഖമോ അങ്ങനെ എന്താണ് പറയണേ. നമ്മൾ എടുത്തപ്പോൾ തന്നെ പറയണ്ടോ എന്താണ് പറയണേന്ന് മനസ്സിലാവുള്ളൂ ഗൈസ്. ഗൈസ് എന്താ സംഭവം വെച്ചാൽ എന്താണ്ട് മരുന്ന് പാറ്റിയുടെ അസുഖത്തിന് മരുന്നുണ്ട്. എന്താ അങ്ങനെ എന്താണ് സംഭവം ഗൈസ്. അത് നമുക്ക് എന്താ ഡയറിയാണ്, അതൊന്നും വിഷയമില്ല. നമ്മുടെ ഇതിനകത്തുള്ള വെറുതെ കൊടുത്തേക്കണേന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ വേറെ എന്താണ് സാധനം ഇരിപ്പുണ്ടല്ലോ ഗൈസ്. റൂണെന്ന് പറഞ്ഞൊരു സാധനം ഇരിപ്പുണ്ടോ ഗൈസ്. എന്തെങ്കിലും ഓർത്ത് വെച്ചോട്ടെ ഗൈസ്. ശരിക്കും ഞാൻ മറുതേ ഗൈസ് നോക്കിയ ഗൈസ് എന്നെ നോക്കണ ഗൈസ്. എൻ്റെ വായിൽ നല്ലൊരു കൈ ഉണ്ട് കേട്ടോ. ഒരു അപ്പൂപ്പനവിടെ മന്ത്രവാദി തളച്ച് വെച്ചേക്കണമെന്ന് നോക്കട്ടെ. ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചേക്കണമെന്ന് നോക്കട്ടെ ഗൈസ്. ഇതെന്തേ ഗൈസ്. ഇവിടെ മന്ത്രവാദിൻ്റെ കാലാന്ന് നോക്കണ്ട അവിടെ ഗൈസ്. ഇവിടെ ഒച്ച കേൾക്കണ്ട കേട്ടാ. ഞാൻ മന്ത്രവാദിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട് ഗൈസ്. അവിടെ കണ്ട കാല് കണ്ട ഗൈസ്. ഒച്ച കേൾക്കണ്ട. എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ ചെറുതായിട്ടൊരു പേടിയുണ്ട് ഗൈസ്. ഇവിടെ ഒച്ച കേൾക്കുന്നുണ്ട് ഗൈസ്. അപ്പുറം ഇവിടെ നമ്മുടെ അടുത്ത് ഇടങ്ങാണ്ടായിട്ടുണ്ട്. അതാണ് ഗൈസ്. നമുക്ക് എന്തൊക്കെയാലും ഈ ഡോറ് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. അതേ ഗൈസ് എനിക്ക് തോന്നി ഗൈസ് ഇവിടെ തന്നെ ഇപ്പുണ്ട് ഗൈസ്. ഫ്രണ്ടിൽ തീ കായാൻ വേണ്ടി നിൽക്കുകയാണ് ഗൈസ്. അറിയില്ല ഗൈസ്. എവിടെ ഇപ്പുണ്ട് ഗൈസ്. എന്തൊക്കെയും അത് കാണുമോ നോക്കടാ. നമുക്ക് എന്തൊക്കെയാ അപ്പോൾ ഈ റൂം സെർച്ച് ചെയ്യട്ടെ. നമ്മൾ എന്തെങ്കിലും എല്ലാ റൂമും സെർച്ച് ചെയ്യണം. അതാണ് മെയിൻ. ഇവിടെ എന്താണ് സാധനം ഇട്ട് കൊടുക്കാൻ ഗൈസ്. അവിടെ എന്താണ്ട് ഒരു സാധനം വെച്ചുകൊടുക്കാനുണ്ട് ഗൈസ്. എന്താണ്ട് പാട്ടിൻ്റെ എന്താണ് സംഭവം വെച്ചുകൊടുക്കാനുണ്ട് ഗൈസ്. പിന്നെ ഞാൻ മെയിൻലി ഗെയിം കളിക്കാൻ കാരണം തന്നെ ഞാൻ യൂട്യൂബിൽ ഒരു ഷോർട്ട്സ് കണ്ടാണ് ഗൈസ്. ഷസാം പോലത്തെ സാധനം നമുക്ക് വിച്ചിനെ അടിക്കാൻ പറ്റും. എനിക്ക് ആ സാധനമാണ് ആദ്യമായിട്ട് വേണ്ടത്. ഫസ്റ്റ് എനിക്ക് ആ സംഭവം വേണം. അത് കിട്ടിക്കാൻ നമ്മുടെ കളിയെ മാറും ഗൈസ്. അതെങ്ങനെ കിട്ടണമെന്ന് എനിക്കറിയില്ല ഗൈസ്. ഒരു ഷോക്സ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു ഈ ഷോക്സ് അതിൻ്റെ പൊക്കത്തുണ്ട് വെക്കാനുള്ള ഷോക്സ് ആണെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. കാരണം ഇതിൽ നിന്നൊരു പച്ച കളർ ഒരു ഫോം കണ്ട ഒരു മണം സ്മെല്ല് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ സ്മെല്ല് ഇതിന് ഇവിടെ വെക്കാനുള്ളതാണ് ഗൈസ്. ഇവിടെ എല്ലാം തോന്നുന്നു ഗൈസ്. ഫ്രണ്ടിൻ്റെ അറ്റത്തിരിക്കും ഗൈസ്. എനിക്ക് തോന്നി ഗൈസ്. കാരണം അവിടെ ഒരു മൂക്കും വളം കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഈ വഴി ചാടാൻ പറ്റും ഗൈസ്. ഇപ്പോൾ വരുമ്പോഴേക്ക് നമുക്ക് കറക്കി ചാടാൻ പറ്റുമെന്നറിയില്ല. നമുക്ക് എന്തെങ്കിലും ഒരു പ്രാവശ്യം എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കട്ടെ ഗൈസ്. അത് പിന്നെ ഇവിടെ എന്താണ്ട് അത് തുറക്കാനുണ്ട് ഗൈസ്. അവിടെ എന്തെങ്കിലും വെച്ച് തുറക്കണുണ്ട് ഗൈസ്. ഇവിടെ ഒന്ന് നോക്കട്ടെ ഏട്ടാ. ഇല്ല വന്നില്ല. എന്നാലും ചെറിയൊരു ശബ്ദം കേൾക്കണമില്ല. ഇല്ലാന്നുള്ള ഗൈസ്. സീനില്ലാന്നാണ്. വന്നില്ല. നമുക്കൊന്നും ഇല്ല വന്നില്ല. നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഇതൊന്ന് സെർച്ച് ചെയ്യട്ടെ. റൂം ഫുള്ള് സെർച്ച് ചെയ്യാം. പിന്നെ ഇവിടെ നമുക്കിങ്ങനെ ഓരോ ഇതൊന്നും തുറന്നു നോക്കാനില്ല. എല്ലാം പുറത്ത് തന്നെ സാധനങ്ങൾ വച്ചേക്കണമെന്നുണ്ട് ഗൈസ്. ഇവിടെ ഒരു പാമ്പിൻ്റെ അവിടെ ഒരു റൂൺ ഇരിപ്പുണ്ട്. നമുക്ക് അടിയിൽ നിന്ന് ഒരു റൂൺ കിട്ടിയില്ലേ.
അതേമാതിരി വേറെ ഇത് ഡിസൈനുള്ളൊരു റൂൺ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ വേറെ ഒന്നും ഇവിടെ കാണില്ല. വേറെ ഇതെന്താണത്, വേറെ നല്ലൊരു പേപ്പർ പീസ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഈ 2 ബോൾ എറിയണോ, 2 ബോൾ എറിഞ്ഞാൽ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെലിപ്പോർട്ട് ചെയ്യണ സംഭവം എന്നുണ്ട് ഗൈസ്. ടെലിപ്പോർട്ട് ആവണ ഇതാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതുപോലത്തെ 2 ബോൾ ഇട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. അതാണ് അവർ പറഞ്ഞേക്കണം. പിന്നെ ഇവിടെ ഒരു ബുക്ക് ഉണ്ട്. ബുക്കിൻ്റെ പേജ് 2 പേജ് കീറിപ്പോയി ഗൈസ്. എവിടെ നമ്മൾ കണ്ടുപിടിക്കണം അറിയില്ല ഗൈസ്. നമ്മൾ ഇതൊക്കെ എന്തെങ്കിലും ഫാസ്റ്റ് ആയിട്ടൊന്ന് സെർച്ച് ചെയ്തിട്ട് ഗൈസ്. ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇവിടെ ഒന്നുമില്ല. ഇവർക്ക് എന്തെങ്കിലും വെച്ചുകൂടെ ഇവിടെയൊക്കെ നമ്മൾ പറ്റിക്കാൻ വേണ്ടിയിട്ട് വെറുതെ നമ്മൾ ഡോറൊക്കെ തുറന്നെറി. അവിടെ നമുക്ക് ഒരു റൂം കിട്ടി, അതല്ലാണ്ട് വേറെ ഒന്നുമില്ല ഗൈസ്. പിന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ അടിയിലേക്ക് എന്തെങ്കിലും വെച്ച് എന്താണ്ട് വെച്ചത് പൊളിച്ച് പോകാനുണ്ട് ഗൈസ്. കണ്ടത് ഇവിടെ ഇതിൻ്റെ അടിയിലായിട്ട് കണ്ട ഇവിടെ ചിലപ്പോൾ എന്തെങ്കിലും ക്രോബാറോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിക്കാൻ നമുക്ക് എന്തെങ്കിലും അങ്ങോട്ടേക്ക് പോവാം. താക്കോലെന്നല്ല വേറെ എന്തെങ്കിലും ഐറ്റംസ് ആയിരിക്കും കേട്ടോ ഗൈസ്. നമുക്ക് എന്തെങ്കിലും അടിയിലേക്ക് പോകട്ടെ. എനിക്കൊന്നത് ഈ അമ്മയ്ക്ക് പൊക്കത്തേട്ട് കയറി വരില്ല എന്നാട്ടോ. കാരണം എപ്പോഴും നോക്കുമ്പോൾ അടിയിലായിട്ട് തന്നെ ഇരിക്കാറ്. പൊക്കത്തേട്ട് കയറി വരൽ കുറവാണ്. അറിയില്ല ഗൈസ്, നമുക്ക് എന്തെങ്കിലും വഴി അറിയാം. പിന്നെ റൈറ്റ് സൈഡിലൊരു ഡോറുണ്ട്. ഇതാണ് നമ്മൾ എസ്കേപ്പ് ആണ് ഡോറ് ഗൈസ്. നമുക്ക് കിട്ടിയ റൂണെല്ലാം ഇവിടെ ഇട്ടാൽ വെക്കേണ്ടത് ഗൈസ്. കിട്ടിയ റൂംസ് എല്ലാം ഇവിടെ വെക്കേണ്ടത്. അതാണ് ഇവിടെ ഒരു ഡോറുണ്ട് അടിയിലിട്ട്. അണ്ടർഗ്രൗണ്ടാണ് ഗൈസ്. അണ്ടർഗ്രൗണ്ടിലോട്ട് പോകുന്നുണ്ട് ഗൈസ്. അല്ല ഗൈസ്, ഇത് ഇവിടെ വരെ ഉള്ളൂ. ഗൈസ് ഇതാണ് കിട്ടിയ സാധനം. നമ്മൾ പൊക്കത്ത് കണ്ടില്ല ഗൈസ്, അതാണ് ഈ സംഭവം. ഇത് നമുക്ക് ഷൊർണ്ണ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഓറോടി കിട്ടണം, എന്നാലാണ് എൻ്റെ കളി എടുക്കുള്ളൂ. അപ്പോൾ ഓരോ ഇവിടെ കിടക്കട്ടെ ഗൈസ്. എനിക്കെന്ന് വെച്ചാൽ വിഷയം എന്ന് വെച്ചാൽ ഇത് മറന്നു വയ്ക്കാൻ പണി വാളും. പിന്നെ ഇത് വലിയ വീടല്ല, ചെറിയൊരു വീടാണ്. അവിടെ 3 നിലയുള്ളൂ. നമുക്കിത് എന്തെങ്കിലും കൊണ്ടുപോയിട്ട് ഫ്രണ്ട് ഡോറിൽ വെച്ചാൽ, കാരണം വേറെ ഇതൊന്നും ഇല്ലല്ലോ ഗൈസ്. നമ്മുടെ വിച്ചിനെ ഇവിടെ കാണില്ലട്ടാ, എവിടെയാണെന്ന് അറിയില്ല. 2 മിനിറ്റ് അടിയിൽ ഇപ്പം ഇത്ര നേരമായിട്ട് കണ്ടില്ലട്ടാ ഗൈസ്. നമുക്ക് റൂൺ എന്തെങ്കിലും ഫ്രണ്ട് ഡോർ കൊണ്ട് നോക്കട്ടെ ഗൈസ്. ലെഫ്റ്റ് സൈഡിൽ തന്നെ ഇതാ എവിടെ വെക്കേണ്ടത്, ഏത് സ്ഥലത്താണ് വെക്കേണ്ടത് എന്നുള്ള സംഭവം കാണിച്ചിട്ടുണ്ട്. എന്തൊക്കെയാലും നല്ലൊരു ഇതാട്ടാ ഗൈസ്. പൊക്കത്തേട്ട് പോയി നോക്കാം ഗൈസ്. അല്ലാണ്ട് ഗൈസ് ഫ്രണ്ടിലൊക്കെ അപ്പർ റൂം നമ്മൾ സെർച്ച് ചെയ്യാനില്ല ഗൈസ്. ഇതൊക്കെ ഒന്ന് സെർച്ച് ചെയ്യട്ടെ ഗൈസ്. അല്ലെങ്കിൽ പണിപ്പാളും ഗൈസ്. ഇതേ ഗൈസ് കാരണം കാലാടണുണ്ട്. ഇതേ ഗൈസ് കണ്ട് ഗൈസ്. ഗൈസ് ഇതാണ് ഗൈസ് വിച്ച്. ഈ വിച്ച് ഇത്ര ഫാസ്റ്റ് ഉള്ളൂല്ല ഗൈസ്. ഇതേ ഗൈസ് ഒരു ഫോർക്കാന്ന് തോന്നുന്നു അവിടെ കുത്തി വെച്ചേക്കണം ഗൈസ്. നമുക്ക് എന്തെങ്കിലും എടുത്തിട്ട് പോകട്ടെ. എന്തെങ്കിലും വന്നാൽ നമുക്ക് എന്തെങ്കിലും എടുത്തിട്ട് പോകാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. ഒരു ഫോർക്ക് നമുക്ക് അവിടെ കുത്തി വെച്ചിട്ടുണ്ട് ഗൈസ്. എടുക്കാൻ പറ്റില്ല ഗൈസ്. എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഗൈസ്. മിക്കവാറും പിടിക്കും. അതാണ് ഗൈസ്. എന്തെങ്കിലും ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും അമ്മച്ചിനെ കറക്കാം. ഇവിടെ ചടിയിൽ വെച്ച് കറക്കാൻ പറ്റുന്നതാണ് ഗൈസ്. പിന്നെ നമുക്ക് അതിൻ്റെ അടിയിൽ ഒരു ഇത് ഇരിപ്പുണ്ടായിരുന്നുണ്ട്. ആ ബോൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയില്ലേ, ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ബോൾ പറഞ്ഞാൽ അതിൻ്റെ അടിയിൽപ്പെട്ട് നമുക്ക് ഫോർക്ക് ഗൈസ്. ഫോയില് ഗൈസ് അടുത്തുണ്ട് ഗൈസ്. ബാക്കിൽ തന്നെ ഉണ്ട് ഗൈസ്. പിടിക്കും ഗൈസ്. ഇല്ല ബാക്കിൽ അത്ര ബാക്കിലില്ല, എന്നാലും നമുക്ക് എടുത്തിട്ട് വരായിരുന്നു. വേണ്ട സീല്ല, നമ്മൾ റിസ്ക് എടുക്കല്ല ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഫൈനൽ നമ്മളിവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ പൊക്കത്ത് എന്താണ് ഇതിൻ്റെ പൊക്കത്ത് ഇതിൻ്റെ വിച്ചിൻ്റെ എന്താണ് സംഭവം കാണിച്ചിട്ടുണ്ട് കേട്ടോ. വിച്ചിൻ്റെ എന്താണത് എന്താ നോക്കട്ടെ കേട്ടോ ഗൈസ്. വിച്ച് ഇത് ഇതാണ് ഗൈസ്. ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഷസാം അടിക്കണത്. ഷസാം അടിച്ചാൽ വിച്ചിന് നമുക്ക് ഷസാം അടിക്കാൻ പറ്റും ഗൈസ്. അതാണ് സംഭവം. ഞാൻ ഇത് ഇൻസ്റ്റയിൽ റീലിൽ കണ്ടായിരുന്നുണ്ട് ഗൈസ്. ഞാൻ റീലിൽ അങ്ങനെയാണ് ഞാൻ ഗൈസ് ഗെയിമിൽ കയറ്റാൻ തന്നെ കാര്യം. അങ്ങനെ കയറ്റിപ്പോൾ എന്തെങ്കിലും നമുക്ക് യൂട്യൂബിൽ അപ്ലോഡും ചെയ്യാമെന്ന് വിചാരിച്ച് നമുക്ക് എന്തെങ്കിലും ആദ്യം ഫോർക്ക് എടുക്കണോട്ടോ ഗൈസ്. ഇച്ചാണ്ട് ഇതിൻ്റെ അടുത്തുനിന്ന് പോളോട്ടോ ഫുൾ ദേ ഗൈസ്. ബുദ്ധിയിട്ടോ ഗൈസ്. എൻ്റെ മോന് സാധാരണ ഈ ഗെയിമിലൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ കറങ്ങി വരേണ്ടതാണ്. ഇതിപ്പോൾ അപ്പം തന്നെ ലെഫ്റ്റ് എടുത്ത് വന്ന് ഗൈസ് കണ്ട ഗൈസ്. ഗെയിം ഇടയ്ക്ക് സ്റ്റക്കാവുന്നുണ്ട് ഗൈസ്. നല്ല രീതിയിൽ ഗെയിം സ്റ്റക്കാവുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഫോർക്ക് എടുക്കട്ടെ. ഫോർക്ക് എടുത്തിട്ടുണ്ട് ഗൈസ്. ഫോർക്കിന് എന്താ കളിയെന്ന് നമുക്കറിയില്ല ഗൈസ്. നമുക്ക് എന്തൊക്കെയാലും ഈ സാധനം പൊക്കത്തിലും കൊണ്ടുവന്നിടാം. കാരണം ഇതിൻ്റെ കളി എന്നറിയില്ല. നമുക്കിപ്പോൾ ഒരു റൂൺ കിട്ടിയിട്ടുണ്ട്. ഒരു റൂൺ നമ്മൾ ഡോറിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത റൂൺ ആ പാമ്പിൻ്റെ ഇരിപ്പുണ്ട്. പിന്നെ ഒരു റൂണായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതോട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കളി സെറ്റാണ് ഗൈസ്. ഒരു റൂണ് കണ്ടുപിടിക്കണം. വേറെ എന്താ ഇവിടെ കളിയെന്ന് എനിക്കറിയില്ല. നമുക്കൊരു ഫോർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറെ എന്താ കിട്ടിയത്? പിന്നെ ടെലിപ്പോർട്ട് ആവാൻ പറ്റിയ ആ സംഭവം ആട്ടാടോ. പിന്നെ വേറെ ഒന്നും കിട്ടിയിട്ടില്ല ഗൈസ്. പിന്നെ നമുക്ക് പൊക്കത്തൊരു ബോക്സ് തുറക്കാനുണ്ട്. പിന്നെ ഇവിടെ ഒരു പാട്ട് വെച്ച് കൊടുക്കാനുണ്ട് ഗൈസ്. ഇത്ര കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. അമ്മച്ചിനോടൊന്നും കാണാമല്ലോ ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഈ വഴി പോയി നോക്കട്ടെ ഗൈസ്. ക്രോബാർ കിട്ടി ഗൈസ്. ക്രോബാറും കൊണ്ടൊരു കളിയുണ്ട് ഗൈസ്. ഇവിടെ കണ്ട ഗൈസ്. ഇവിടെ എന്താണ്ട് ഒരു ഇൻറ്റ് കൊടുത്തതുണ്ട് ഒരു വെളിച്ചം. അപ്പോൾ ഇവിടെ എന്താണ്ടൊരു കളിയുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് ആ റൂൺ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇടണമെന്ന് നോക്കട്ടെ ഗൈസ്. കാരണം ഒരു ഹോൾ വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ടെലിപ്പോർട്ടാണെന്ന് തോന്നുന്നു ഗൈസ്. ഒരു റൂൺ എന്തെങ്കിലും ഇതിൻ്റെ ഈ കസേരയുടെ അടിയിൽ ഇരിപ്പുണ്ട്. പിന്നെ ഒരു റൂൺ നമ്മൾ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്തെങ്കിലും എടുക്കട്ടെ ഗൈസ്. എന്താ ഗൈസ് എടുക്കാൻ പറ്റാത്ത ഗൈസ്? എന്താണ് എടുക്കാൻ പറ്റാത്തത്? ഇതെന്താണത്? ബഗ്ഗല്ലാണോ? ബഗ്ഗായ ഗെയിം
എടുക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഈ വഴി വന്ന് നോക്കട്ടെ ഏട്ടാ. ഈ വഴി വരെ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് ഗൈസ്. നമുക്ക് ആ വഴി എന്തെങ്കിലും എടുക്കാൻ പറ്റില്ല. കറങ്ങി തന്നെ. ഓ ടെക്നോളജി ഇത് പറയാനാണ് ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇടട്ടെ. ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഹോളിൽ കൂടെ കറക്റ്റായിട്ട് ഇടണമല്ലോ ഗൈസ്. വന്ന് ഗൈസ് പെട്ട് ഗൈസ്. ഇല്ല പിടിച്ചില്ല. പിന്നെ അവർ ഗൈസ് പെട്ടെന്ന് പിടിക്കും ഗൈസ്. കാരണം ഇടയ്ക്ക് ഗെയിം സ്റ്റക്ക് ആവുന്നുണ്ട് ഗൈസ്. അതാണ് ഇതിൻ്റെ അടുത്ത് വരുമ്പോൾ സ്റ്റക്ക് ആയാണ് നമുക്ക് പണി പോളാൻ പോണേട്ടാ. ഇതേ ഗൈസ് ഞാൻ മേൽ വഴി കയറി വരുമെന്ന്. എന്നൊക്കെ ഈ വഴി കറങ്ങി പോവാട്ടാ. കയറട്ടേടാ കയറി വാ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ കോട്ടാ ഗൈസ്. ഇങ്ങനെ കുറേ സ്റ്റക്കായി തന്നെ പിടിക്കൂട്ടാ നമ്മൾ. നമുക്ക് എന്തെങ്കിലും ഈ വഴി മറ്റൊരു കറങ്ങി വരാട്ടാ. ഇവിടെ നമുക്ക് റൈറ്റ് എടുത്തിട്ട് നേരെ അടി കൂടെ പോലെ വേണ്ട. നമുക്ക് എന്തെങ്കിലും ഇവിടെ കറക്കാം. എന്തെങ്കിലും ഇത് പൊക്കത്തോട്ട് കയറി വരാൻ ചാൻസ് ഇല്ല. പൊക്കത്തോട്ട് പോയിട്ട് നമുക്ക് ഈ വഴി എന്തെങ്കിലും ഗൈസ് ചാടി വെക്കണോട്ടാ ഗൈസ്. ചാടി നോക്കട്ടെ ഗൈസ്. പെട്ട് ഗൈസ്. കണ്ട ഗൈസ്. ഓ ഗൈസ് പാളി ഗൈസ്. ഞാൻ വെച്ച കണ്ടില്ല എന്ന് വിചാരിച്ച് വേറെ റിസ്ക് എടുക്കണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും പൊക്കത്തിട്ട് പോയാൽ മതിയായിരുന്നു. എന്തെങ്കിലും ആരും തുറന്നിട്ട് വരട്ടെ ഗൈസ്. എന്നിട്ടുണ്ട് നമുക്ക് തിന്നാനൊക്കെ ഐറ്റംസ് ഒക്കെ തന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഒറ്റ ലൈഫുള്ളൂ ഗൈസ്. അറിയില്ല ഗൈസ് തിന്ന നമ്മളാ. ഓ ഗൈസ് നമുക്ക് ഒറ്റ ലൈഫുള്ളൂ ഇടാ ഗൈസ്. അതാണ് വിഷയം. ഒറ്റ ലൈഫുള്ളൂ അല്ലേ. പണി പാളിയില്ലപ്പാ. ഒറ്റ ലൈഫ്. നമുക്ക് എന്തെങ്കിലും ഒന്നുകൂടി വരാടാ ഗൈസ്. എന്തെങ്കിലും ഒന്നുകൂടി വന്നിട്ടുണ്ട്. ഒന്നുകൂടി നമ്മൾ എന്തെങ്കിലും വന്നിട്ടുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്രാവശ്യം എന്തെങ്കിലും പൊളിക്കും ഗൈസ്. എന്തെങ്കിലും നമുക്ക് ഇനി എല്ലാ കാര്യങ്ങളും മാറിയെന്ന് ചടപടാന്ന് കാര്യങ്ങളെല്ലാം ആക്കണം. കാരണം നിങ്ങൾ എന്തെങ്കിലും ഓൾറെഡി ഒരു പ്രാവശ്യം കണ്ടാണ്. നമുക്ക് അടിപ്പിട്ട് എന്തെങ്കിലും ഫോർക്ക് പിക്കുക. ഫോർക്ക് നമുക്ക് പ്രാവശ്യം കിട്ടിയതാണല്ലോ. പിന്നെ വേറെ എന്തായിരുന്നു ഗൈസ് നമുക്ക് കിട്ടിയത്? ഒരു റൂൺ നമുക്ക് അതിൻ്റെ പൊക്കത്തിൽ ഇരിപ്പുണ്ട്. പക്ഷേ ഗൈസ് അത് ആദ്യം എടുക്കായിരുന്നു ഗൈസ്. അറിയില്ല ഗൈസ്. ഒരു ഫോർക്ക് ഇരിപ്പുണ്ട്. നമുക്ക് എന്തെങ്കിലും എടുക്കട്ടെ. ഇതെന്താ ഗൈസ് എങ്ങനെ പിടിച്ച ഗൈസ്? കണ്ട ഗൈസ് അറ്റത്തിരിക്കണല്ലേ. ഞാൻ ഈ അറ്റത്തല്ലേ ഇരുന്ന് ഗൈസ്. എങ്ങനെ പിടിക്കാനാണിത്? ഇതെന്ത് ഗൈസ് ബഗ്ഗല്ലോണ ഗൈസ്. കാരണം അറ്റത്തിക്കണം. ഞാൻ ഇപ്പററ്റത്തും ഇച്ചപ്പററ്റത്തും എന്നിട്ട് എന്നെ പിടിച്ചു ഗൈസ്. ഇല്ല ഗൈസ് തടരില്ല ഗൈസ്. ഒറാശിട്ട് വരാം ഗൈസ്. അപ്പോൾ ഒറാശിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾക്ക് എന്തൊക്കെയാലും ഇപ്രാവശ്യം എന്തൊക്കെയാലും ഈ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആകാൻ പറ്റുമോ നോക്കാം ഗൈസ്. ഇത് നമ്മുടെ മൂന്നാമത്തെ ചാൻസാണ്. മൂന്നാമത്തെ ശരിയാ ഗൈസ്. മൂന്നാമത്തെ ചാൻസാണ്. നമുക്കിവിടെ ക്ലോക്കിൽ ടൈം റെഡി ആക്കാനുണ്ട് ഗൈസ്. അത് കിട്ടിയിട്ടില്ല ഗൈസ്. അതിന് ടൈം നമുക്ക് ഗൈസ് ഇവിടെ ഒരു സൂചിയല്ലേ ഉള്ളൂ ടൈം റെഡി ആക്കാൻ. 2 സൂചി വേണമല്ലോ ഗൈസ്. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ഇപ്പോഴത്തെ കാര്യം ശ്രദ്ധിക്കണേ. ഒരു സൂചി ഉള്ളു ഗൈസ്. നമുക്ക് കിട്ടിയ ഫോർക്കോല് കൊടുക്കണമെന്ന് വെക്കാനാണോ അറിയില്ല ഗൈസ്. നമുക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. കണ്ട് ഗൈസ്. ഗൈസ് എന്താ ഇത്? എന്ത് ഗൈസ് നിങ്ങൾ കണ്ടല്ലോ ഗൈസ്. ഞാൻ എവിടെ നിന്ന് ഒന്ന് പിടിച്ചു. നമ്മളിപ്പോൾ 5ാമത്തെ വട്ടം തന്നെ ഇതില്ല 4ാമത്തെ വട്ടം ഗൈസ്. ഗൈസ് എന്താണ് ബഗ്ഗായിട്ടുണ്ട് ഗെയിം നല്ല രീതിയിൽ ബഗ്ഗായിട്ടുണ്ട്. അതാണ് ഗൈസ്. എന്താ വിഷയമെന്ന് എനിക്കറിയില്ല ഗൈസ്. നമ്മൾ കാണുമ്പോൾ തന്നെ എന്തൊക്കെ നമ്മൾ പിടിക്കുന്നുണ്ട്. നമ്മളെ കവണൻ്റെ ഒരു ബുള്ളറ്റ് ഉണ്ട്. പിടിക്കട്ടെ ഗൈസ്. ഈ കവണക്ക് ഒരു ബുള്ളറ്റ് അടിച്ചില്ല എനിക്ക് മനസ്സമാനം വരില്ല ഗൈസ്. കവണക്ക് ഒരു ബുള്ളറ്റ് അല്ലെങ്കിൽ നമ്മളടിക്കും. അല്ലെങ്കിൽ എനിക്ക് മനസ്സമാനം ഉണ്ടാവില്ല ഗൈസ്. ഈ പിടിക്കാൻ എനിക്ക് വിഷയം ഗൈസ്. പിടിച്ച് ഗൈസ്. അതിന് എന്തൊക്കെയല്ലോ ഗൈസ്. ഗെയിം ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഫുള്ളും കളഞ്ഞിട്ട് ആരും തൊട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. നേരത്തെ എന്താണ്ട് ഒരു ബഗ്ഗായിരുന്നു ആണ് ഗൈസ്. ഗെയിമിൽ നല്ലൊരു ഇഷ്യൂ ആണെന്ന് തോന്നുന്നത് ഗൈസ്. അറിയില്ല. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇതുവരെ കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെ തന്നെ ലൈക്ക് ചെയ്യുക. സബ് ചെയ്യുക ഗൈസ്. ലൈക്ക് ചെയ്യുക ഗൈസ്. ഇതിപ്പോൾ 6ാമത്തെ പ്രാവശ്യം 5 പ്രാവശ്യം തന്നെ ഇപ്പോൾ കളിക്കാൻ പറ്റുന്ന ഗൈസ്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ ഗൈസ്? ഇല്ല ഗൈസ്. നമുക്ക് ഒളിച്ചിരിക്കാനുള്ള സംഭവമാണ് ഗൈസ്. ഈ റൂമിനകത്ത് നമുക്കൊരു ഷോക്സ് ഉണ്ട് ഗൈസ്. നമുക്ക് ഓൾറെഡി അറിയാം. ആദ്യമൊക്കെ നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നമുക്ക് പൊക്കത്തിൻ്റെ വെക്കാം ഗൈസ്. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നേരെ കൊണ്ടിട്ട് നമുക്കത് പൊക്കത്തിനൊന്നും വെക്കട്ടെ ഏട്ടാ. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ആ ക്ലോക്കിലെ ടൈം നോക്കണം കേട്ടോ ഗൈസ്. ചെറിയ സ്റ്റെക്ക് എവിടെയോ അവിടെ ഇവിടെ ഇടങ്ങാണ്ടൊക്കെ ആവുന്നുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാലും ക്ഷമിക്കണം ഗൈസ്. ഒരു 2 മൂന്ന് എന്തൊക്കെയാലും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക ഗൈസ്. ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല ഗൈസ്. പിന്നെ ഈ വിച്ച് എന്തൊക്കെയല്ലോ ഈ അടിയത്തെ സ്ഥലത്ത് നിന്ന് മാത്രം ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് മാത്രമാണ് വിച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം ഗൈസ്. പൊക്കത്തായിട്ടൊന്നും അധികം വരാറില്ല ഗൈസ്. പൊക്കത്തിൽ നിന്നാൽ ഈ ഫസ്റ്റത്തെ ഫ്ലോറിലായിട്ട് മാത്രമേ വരാറുള്ളൂ. അതിൻ്റെ പൊക്കത്തിൽ എന്തെങ്കിലും വരാറില്ല. ഞാൻ ഇത്രയും കളിച്ചിട്ട് പൊക്കത്തിൽ വരുന്നത് കുറവാണ് ഗൈസ്. എന്ന് വെച്ചാൽ പിച്ചിന് എന്തേ ഗൈസ് ക്രോബാർ കിട്ടി ഗൈസ്. ആദ്യം നമുക്ക് ക്രോബാറും കൊണ്ട് ഒരു കളിയുണ്ട് ഗൈസ്. കളി അറിയില്ല ഗൈസ്. നമുക്ക് പൊക്കത്ത് നമ്മൾ ഷോക്സ് ഇട്ട് തുറന്നില്ല ഗൈസ്. അപ്പോൾ അതിൻ്റെ അവിടെ ക്രോബാർ വെച്ച് നമുക്ക് തുറക്കാനുണ്ട്. ക്രോബാറാണോ ഒരു വേറെ എന്തെങ്കിലും ഐറ്റംസ് ആണോ എന്നറിയില്ല. നമുക്ക് എന്തെങ്കിലും പോയി നോക്കട്ടെ ഗൈസ്.
ക്രോബാർ ആവാനാണ് ചാൻസ് കൂടുതൽ. വേറെ ഐറ്റംസ് നമുക്ക് ഇതിലൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ക്രോബാറും നമുക്ക് നോക്കാം ഗൈസ്. ഡോറൊന്നും അടയ്ക്കാൻ പറ്റില്ല ഗൈസ്. നമുക്ക് എന്തൊക്കെയായാലും സാധനം നോക്കട്ടെ. ഗൈസ് ക്രോബാർ തന്നെയാണ് ഗൈസ്, എനിക്ക് തോന്നിയതാണ് ഗൈസ്. നമുക്ക് ഇന്ന് തോക്കാം. ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേറൊരു ചെറിയൊരു ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താണ് ഗൈസ്, കാക്കയുടെ ഒക്കെ പടം കൊടുത്തിട്ടില്ല ഗൈസ്. നോക്കുമ്പോൾ ക്ലോക്കിലെ ടൈം ഗൈസ് 3:3 ഗൈസ്, 4:05 ഗൈസ്. ഓർത്ത് വെച്ചോടാ ഗൈസ്, 4:05 ഗൈസ്. അപ്പോൾ ക്ലോക്കിൽ സമയം കിട്ടിയിട്ടുണ്ട് ഗൈസ്, 4:05. പിന്നെ ഇവിടെ എന്താണ് മാറ്റി കൊടുക്കാൻ ഉണ്ടാക്കുമ്പോൾ മാറ്റി കൊടുത്തിട്ടുണ്ട് ഗൈസ്, 4:05 ഗൈസ്. മെയിൻ വിഷയം എന്ന് വെച്ചാൽ ക്ലോക്കിൽ ഇപ്പോൾ ഒരു സൂചി ഉള്ളൂ. നമുക്ക് ഇനി ഒരു സൂചിയോട് കണ്ടുപിടിക്കാനുണ്ട്. അതാണ് മെയിൻ വിഷയം. നമുക്ക് എന്തൊക്കെയും ഈ വഴി ദിവസം ചാടി വെക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് എന്തൊക്കെയും ഈ വഴി പിച്ചിനെ പറ്റിക്കണം ഗൈസ്. എന്താണെന്നറിയില്ല ഗൈസ്, എനിക്കിങ്ങനെ കണ്ടപ്പോൾ എന്താണ്ട് പോലെ. അപ്പോൾ ഗൈസ് ഇവിടെ ഒരു സൂചി ഉള്ളൂ. ഈ സൂചി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ ഗൈസ്. നോക്കട്ടെ ഏട്ടാ, 5 വെച്ച് ഇല്ല ഗൈസ്, പറ്റില്ല ഗൈസ്. 4:05 പറ്റില്ല. നമുക്ക് എന്തൊക്കെയും മിക്കവാറും നമുക്ക് ഫോർക്ക് കൊണ്ടായിരിക്കും കളി. നമുക്ക് എന്തൊക്കെയും ഫോർക്കൊന്ന് എടുത്ത് നോക്കാം കേട്ടോ ഗൈസ്. നേരെ ഫോർക്ക് എടുക്കാൻ വേണ്ടി പോവാം ഗൈസ്. അവിടെ ഇരിപ്പുണ്ട് ഗൈസ്, ഞാൻ കണ്ടില്ല ഗൈസ്. ഇപ്പോൾ പിടിച്ചേനാ ഗൈസ്, റൈറ്റ് സൈഡിൽ. ഇത് അവിടെ എന്തിനാണ് അവിടെ വന്നിരിക്കണം? അവിടെ എന്താണ് കളി ഉണ്ടെന്ന് നോക്കട്ടെ. അവിടെ വെറുതെ വന്നിട്ടുണ്ട് എന്ന് ഗൈസ്. കാണുമെന്ന് അറിയില്ല ഗൈസ്, തിരിയുമ്പോൾ കാണുമെന്ന് അറിയില്ല കേട്ടോ ഗൈസ്. ഇത് കണ്ട് ഗൈസ് തോന്നി ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിക്കട്ടെ ഏട്ടാ. ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്. ആക്കി വഴി ചാടി പോകാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. ഇല്ല ഗൈസ്, പിടിച്ച ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ വെച്ചാണ് ഇങ്ങനെയാണ് ഗൈസ് പിടിച്ച ഗൈസ്. ഇപ്രാവശ്യം പിടിച്ചില്ല ഗൈസ്, പ്രാവശ്യം കണ്ടില്ല ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം ഓർക്കേണ്ട ഗൈസ്, നമ്മൾ ഇവിടെ വെച്ച് പിടിച്ചു. ആദ്യത്തെ പ്രാവശ്യം ഇവിടെ വെച്ചാണ് നമ്മൾ ആദ്യത്തെ പ്രാവശ്യം പിടിച്ച്. എന്തെങ്കിലും പടിയിലായിട്ട് പോകണ്ട കേട്ടോ. നമുക്ക് ഈ വഴി നിന്ന് എന്തെങ്കിലും നോക്കാൻ പറ്റും. ഈ വഴി നമ്മൾ അവിടെ നിന്ന് കാണോ? ഇല്ല, അങ്ങനെയൊന്നും കാണാൻ വഴിയില്ല ഗൈസ്. അത്ര കണ്ണിന് കാഴ്ചയൊന്നും ഇല്ലാത്ത വെച്ചാണ്, അതുകൊണ്ട് വിഷയമില്ല. നമുക്ക് അടിയിലായിട്ട് പോയിട്ട് ആ ഫോർക്ക് എടുത്തിട്ട് ടൈം റെഡിയാക്കാം കേട്ടോ ഗൈസ്. പിന്നെ നമുക്ക് ഇത് ടെലിപ്പോർട്ട് ചെയ്യാനുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഇവിടെ കണ്ട് ഇതിൻ്റെ കയ്യിലൊരു കൈ ഉണ്ട്, തലയിലൊരു കൈ ഉണ്ട്. അപ്പോൾ ഈ കൈ എടുക്കണം. അതെങ്ങനെ എടുക്കണം എന്നൊക്കെ അറിയില്ല ഗൈസ്. നമുക്ക് എന്തെങ്കിലും ആദ്യം തന്നെ ഫോർക്ക് പോയിട്ട് എടുക്കാം കേട്ടോ ഗൈസ്. ഇവിടെ നമ്മൾ ഫോർക്ക് കണ്ടേ ഗൈസ്, ഫോർക്ക് കാണാനില്ല ഗൈസ്. ഗൈസ് പണി ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട് ഗൈസ്. നമുക്കിവിടെ ഒരു റൂണുണ്ട്. അല്ലാണ്ട് കഴിഞ്ഞ കളിയിലൊക്കെ നമുക്ക് ഇവിടെ എൻ്റെ പൊക്കത്തായിരുന്നു ഫോർക്ക് ഉണ്ടായേ. ഇപ്പോൾ അവിടെ ഇല്ല ഗൈസ്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഫോർക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. പക്ഷേ ഗൈസ് പണിപാളി, ചെറിയൊരു പണിപാളി. രാവിലെ അവിടെ ഫോർക്ക് ഉണ്ട്. നമ്മുടെ കളികളൊക്കെ മാറുമെന്ന് വിചാരിച്ചാണ്. ഇനി ഫോർക്ക് നമ്മൾ കണ്ടുപിടിക്കണം ഗൈസ്. അപ്പോൾ ഞാനതൊന്ന് സെർച്ച് ചെയ്യട്ടെ ഗൈസ്. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ കേട്ടോ ഗൈസ്. നമുക്ക് ഈ റൂൺ എന്തെങ്കിലും എനിക്ക് ഇവിടെ കൊണ്ടുവന്നിടാം ഗൈസ്. നമുക്ക് എന്തെങ്കിലും റൂൺ ഗൈസ്. ഈ ശബ്ദം കേട്ട് വരുമോ ഗൈസ്? ശബ്ദം നമുക്ക് കേൾക്കില്ല എന്ന് വേണ്ടത്. ശബ്ദം ഗൈസ് ഇല്ല ഗൈസ്, കേൾക്കും ഗൈസ്. ശബ്ദം കേൾക്കും. വിച്ചിന് കേൾവി ശക്തിക്ക് ഒരു കുഴപ്പമില്ല. ചെറുതായിട്ട് സ്റ്റെപ്പ് കയറാൻ മടി, ആവശ്യം മാത്രമേ ഉള്ളൂ ഗൈസ്. വേറെ വിഷയമില്ല. ഭാഗത്തേക്ക് ഇപ്പോൾ കയറി പൊക്കത്തിൽ കയറി പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം എന്തെങ്കിലും നമ്മളങ്ങനെ നേരെ പൊക്കത്തിൽ കയറിയിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് എന്തെങ്കിലും റൂൺ എന്തെങ്കിലും ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇടാം. ഇതേ ഗൈസ് ഇല്ല ഗൈസ്, ചെറുതായിട്ട് പണി വളയന ഗൈസ്. അപ്പോൾ എന്തെങ്കിലും റൂണൊക്കെ പൊക്കത്തിട്ട് ഗൈസ് ഇല്ല ഗൈസ്. ഇവിടെ കണ്ട് വരണ്ട കേട്ടോ, ശബ്ദം കേൾക്കണ്ട കേട്ടോ ഗൈസ്. അടിയിൽ നിന്നാണോ ഗൈസ്? ഇല്ല ഗൈസ്, ഫ്രണ്ടിൽ നിന്ന് തന്നെ ഗൈസ്. ഇപ്പോൾ പണി വള. ഞാൻ അടിയിലോട്ട് നോക്കി തന്നെ പിന്നെ ഞാൻ പിടിച്ചേനെ ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഈ വഴി എന്തെങ്കിലും ഇപ്രാവശ്യം എന്തെങ്കിലും എസ്കേപ്പ് ആവട്ടെ ഗൈസ്. വന്നിട്ടാ ഗൈസ് ലെസ് ഗോ. അപ്പോൾ എന്തെങ്കിലും നമ്മളവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തെങ്കിലും റൂൺ എന്തെങ്കിലും അടിയിലിട്ട് ഇടാം. പൊക്കത്തായിരിക്കും ഗൈസ്. ഒരെണ്ണം കാണുന്നില്ല കേട്ടോ ഗൈസ്. ഒരെണ്ണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇട്ടായിരുന്നു. നമ്മൾ ഇട്ടില്ല എന്ന് തോന്നണ്. എവിടെയായിരുന്നു ഗൈസ്? ഇല്ല ഗൈസ്, നമ്മൾ 2 ഇവിടെ കൊണ്ടുവന്ന് വെച്ചായിരുന്നില്ല ഗൈസ്. വെച്ചെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. നമ്മളെന്തെങ്കിലും 2 അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഈ വഴി കറങ്ങി വരാം കേട്ടോ. നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. നമുക്ക് ശബ്ദം കേൾക്കേണ്ടത് അടിയിൽ നിന്ന് വന്നിട്ട് പൊക്കത്തിൽ കയറി വന്നിട്ട് ഗൈസ്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരെണ്ണം ഇട്ടെന്നാണ് തോന്നുന്നത് ഗൈസ്. 2 നമ്മളിവിടെ കൊണ്ടുവന്ന് ഇട്ടായിരുന്നു. പിന്നെ തടിയിലിട്ടൊക്കെ മിക്കവാറും പണിയാവും. നമുക്ക് എന്തെങ്കിലും ഇതൊന്ന് ഷെയ്ക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അതിനകത്ത് പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ മേളിയുടെ എന്തായിട്ട് ഷെയ്ക്ക് ചെയ്യുമ്പോൾ തന്നെ ടെലിപ്പോർട്ട് ആവുന്നതാണ് ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഇവിടുന്ന് കേൾക്കണ്ട ഗൈസ്. ഇപ്പോൾ എന്തെങ്കിലും വിച്ചെന്തെങ്കിലും നമ്മുടെ അടുത്ത് എവിടെ കണ്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും പൊക്കത്തേട്ട് വിടുക നോക്കാട്ടെ. ഇവിടുന്ന് മനസ്സമാധാനമായിട്ട് ഇവിടുന്ന് വേണ്ട ഗൈസ്. മിക്കവാറും ഏത് വഴിയിൽ നിന്ന് വന്നെന്ന് പറയാൻ പറ്റൂല. എന്തെങ്കിലും ഇവിടുന്ന് നോക്കട്ടെ ഗൈസ്. ഇല്ല ഗൈസ്, വർക്കാവുണ്ട് ഗൈസ്. നമുക്ക് നോക്കാം ഗൈസ്. ഇതെവിടെയാണ് ഗൈസ്? ഗൈസ് നമ്മളതിൻ്റെ അടിയിലായിട്ടത് ഗൈസ്. ഇപ്പോൾ ഏറ്റവും പണി വാളാൻ പോകണ എന്താ കാര്യം എന്ന് അറിയാമോ ഗൈസ്? ഇതെന്താ നോക്കട്ടെ ഗൈസ്. എന്നിട്ട് പറയാം. ഇതെന്തായിരുന്നു ഗൈസ്? പാമ്പിനെ നമുക്ക് പാമ്പിനെ കയറാക്കാൻ പറ്റും ഗൈസ്. ഇങ്ങനെ അതിൻ്റെ വടി ഉണ്ടെങ്കിൽ ഇങ്ങനെ കാണിച്ചാൽ പാമ്പിനെ കയറാക്കാൻ പറ്റുമെന്നാണ് പറയണത് ഗൈസ്. അതൊക്കെ തന്നെ നമ്മളെ കാണിച്ചാൽ ഗൈസ്, നമുക്കറിയില്ല ഗൈസ്. ഇവിടെ എന്തിനാണ് ഇപ്പോൾ വന്നത് ഗൈസ്? ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ മറ്റതും കൂടി അടിയിലിട്ടായിരുന്നെങ്കിൽ
ഇപ്പം എന്തെങ്കിലും എനിക്ക് ഡോറ് തുറക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ഈ ഡോറ് തുറന്നിട്ട് എന്തിനാണ് അതെനിക്ക് മനസ്സിലായിട്ടില്ല. ഓ ഗൈസ് ഇപ്പം മനസ്സിലായി ഗൈസ്, നമ്മൾ പൊക്കത്തൊരു റൂണിരിക്കണല്ലേ പാമ്പിൻ്റെ ഇടയിൽ, ആ പാമ്പിനെ നമ്മൾ കയറാക്കണം, അതാണ് കളി. എനിക്ക് ഇപ്പോഴാണ് ഗൈസ് മനസ്സിലായത്. ഓ ഗൈസ് ഇപ്പോൾ നമ്മൾ ആ രണ്ടാമത്തത് അടിയിലിട്ടിട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഇടുന്ന തപ്പി കുറേ നേരം തപ്പി നമ്മളെന്തെങ്കിലും ഗെയിം ഓടിച്ച് നിർത്തിയാണ് ഗൈസ്. ഇതാണ് സംഭവിക്കാൻ പോണത്. ഓ എന്താണ് ലക്കട്ടെ ഗൈസ്. ഇവിടെ എന്തെങ്കിലും നമുക്കൊരു പാട്ടിൻ്റെ സെറ്റ് വെക്കാറുണ്ട് ഗൈസ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയും ആ വിച്ചിൻ്റെ കയ്യിൽ നിന്ന് ആ സ്റ്റിക്ക് കിട്ടണം ഗൈസ്. ഒരു റൂണിൻ്റെ ഇരിപ്പുണ്ട്, എടുത്തിട്ട് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഗൈസ്. അപ്പോൾ എന്തെങ്കിലും ഒരു റൂൺ നമുക്ക് കിട്ടി, ഇനി എന്തെങ്കിലും 2 റൂൺ കൂടി വേണം. ഒരെണ്ണം നമുക്ക് എന്തെങ്കിലും പാമ്പിൻ്റെ അവിടെ ഇരിപ്പുണ്ട് പൊക്കത്ത്, പിന്നെ ഇനി ഒരെണ്ണോട് വേണം ഗൈസ്. അത് എവിടെ നിന്നൊക്കെ കിട്ടണമെന്നല്ല ഗൈസ്, നമുക്ക് എന്തെങ്കിലും നോക്കാം, നമുക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യാം. നമുക്ക് ഇനി കുറേ സാധനങ്ങൾ കിട്ടാനുണ്ട് ഗൈസ്, അതാണ് ഗൈസ്. പിന്നെ ഗൈസ് നമുക്കൊരു എല്ലിൻ്റെ പീസ് കിട്ടിയിട്ടുണ്ട്, ആ ഡോറിൻ്റെ അവിടെ നിന്ന് ഒരു എല്ലിൻ്റെ പീസ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കളി എന്താണെന്ന് എനിക്കറിയില്ല. ഇനി നമുക്ക് മെയിനായിട്ട് ഫോർക്ക് കണ്ടുപിടിക്കണം ഗൈസ്. ഗൈസ് ഫൈനലി കുറേ നേരത്തെ തപ്പതിന് ശേഷമാണ് ഈ ഫോർക്കിൻ്റെ കൈ കിട്ടിയത് ഗൈസ്. ഗൈസ് ഒരു 10-15 മിനിറ്റ് ഞാൻ ഈ റൂം ഫുള്ള് അരിച്ച് പറക്കി, ഫോർക്ക് കാണാനുള്ള. പിന്നെ എനിക്ക് മനസ്സിലായത് ഞാൻ വെറുതെ ഒന്ന് അവിടെ നോക്കിയപ്പോൾ എൻ്റെ അവിടെ കുത്തി വെച്ച ഗൈസ് കണ്ടിട്ടുണ്ട് ഗൈസ്. നമ്മളെ കണ്ട് ഗൈസ്, നമ്മളെ ഇവിടെ നാട്ടിൽ വെച്ച് നമ്മളെ കണ്ടിട്ടുണ്ട് ഗൈസ്. എന്തെങ്കിലും ഇവിടെ ഒന്ന് വിളിച്ച് കേട്ടാ സേഫ് ഇല്ല ഗൈസ്. നമ്മൾ ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ വരില്ല കേട്ടോ. വിച്ചിന് സ്റ്റെപ്പ് കയറാൻ മടിയാണ് ഗൈസ്, അതാണ് മെയിൻ്റെ കാര്യം. സ്റ്റെപ്പ് കയറി വരില്ല, വരല് കുറവാണ്. നമ്മൾ കണ്ടാൽ മാത്രം വരുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഓടി സ്റ്റെപ്പ് കയറണമെങ്കിൽ എന്തെങ്കിലും ഇങ്ങോട്ടേക്ക് വരില്ല. അങ്ങനെ ഇതുണ്ട്. നമുക്ക് എന്തെങ്കിലും ഫോർക്ക് എന്തെങ്കിലും അവിടെ കൊണ്ടുപോയി വെച്ച് നോക്കാം, ഉറപ്പില്ല. നമുക്ക് എന്തെങ്കിലും ഷൂട്ടായി ഗൈസ്. എനിക്ക് തോന്നി ഗൈസ് നമ്മൾ ഫോർക്കിൽ ടൈമർ അടിക്കാം. 3:05 ഗൈസ്, 3:05 അല്ല ഗൈസ്, തിരിഞ്ഞു പോയി ഗൈസ്. അല്ല ഗൈസ് 3 4 ഗൈസ്, 4:05 ഗൈസ്, 4:05 വെച്ച് നോക്കട്ടെ ഗൈസ്. എൻ്റെ പൊന്നളി ജസ്റ്റ് ഒന്ന് പേടിച്ചിട്ട ഗൈസ്, ചെറുതായിട്ടൊന്ന് പേടിച്ചു പോയി, പാനിക്കായി പോയി. ഇവിടെ നമുക്കൊരു ഒരു ഫെദർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഫെദർ വെച്ച് എന്ത് കളിക്കാനാണ് നമുക്ക്? ഫെദർ വല്ല പൊക്കത്താൻ മറ്റേ ബോക്സിലെല്ലാം കൊണ്ട് കൊടുക്കണോ കൈയുടെ അവിടെ അല്ലാന്നുണ്ട് ഗൈസ്. പിന്നെന്താണ് ഫെദർ ഇവിടെ എന്തെങ്കിലും കളിയുണ്ടോ? ഇല്ല, പാമ്പിൻ്റെ അവിടെ ഇതാക്കുക ഗൈസ്. എനിക്ക് തോന്നുന്നു അവിടെ ഒരു കാലുണ്ടല്ലോ, ആ കാലിൽ വല്ല തൂവൽ കൊണ്ടുപോയിട്ട് ഇതാക്കണോ ഗൈസ്, അറിയില്ല ഗൈസ്. ഈ അപ്പനൊക്കെ കൈ എടുക്കാൻ വേണ്ടിയിട്ട് കൈ കടിച്ചു പിടിച്ചേക്കണ ഗൈസ്. ആ കൈ കിട്ടിക്കാൻ മറ്റേ പൊക്കത്തൊരു കൈ ഉണ്ട്, ആ കൈയും ഈ കൈയും ഒരുമിച്ച് ആ കൈയുടെ എടുത്തിട്ട് ഈ കൈ കൊടുത്തേനാ ചിലപ്പോൾ അത് നമുക്ക് തുറന്നു തരായിരിക്കും, അറിയില്ല ഗൈസ്. നമുക്ക് എന്തെങ്കിലും തൂവൽ എന്തെങ്കിലും ഗൈസ് അതിൻ്റെ കാലിൽ ഇതാക്കാൻ പറ്റുമെന്ന് നോക്കാം, അറിയില്ല ഗൈസ്. ഇവിടെ നിൽപ്പുന്നുണ്ട് ഗൈസ്, അവിടെ തിരിഞ്ഞിരിക്കണ ഗൈസ്. എന്താണ് ആലോചിച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പൊ അടുക്കളയിലോട്ട് പോയിട്ടുണ്ട് ഗൈസ്. എന്തെങ്കിലും നൈസില് അമ്മച്ചിയുടെ പുറകെ കൂടെ ഒരു പോവാട്ടെ ഗൈസ്. നൈസിൽ അങ്ങ് ഡോർ തുറന്നു നോക്കട്ടെ ഗൈസ്. ഇല്ല ഗൈസ്, അവിടെ നിൽക്കണേട്ട ഗൈസ് കണ്ട അമ്മച്ചിയുടെ സൈഡിൽ നോക്കി ഗൈസ്. എന്താണ്ട് ഒരു മിന്നണ പോലെ ഗൈസ്. എനിക്ക് തോന്നുന്നത് മറ്റേ സ്റ്റിക്ക് അമ്മ കണ്ട ആ മിന്നണത് റൈറ്റ് സൈഡിൽ കണ്ട ഗൈസ്. ചെറുതായിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ മിന്നണത് ഗൈസ്, മിന്നുണ്ട് ഗൈസ്. അവിടെ തന്നെ നിൽക്കണ ഗൈസ്, ഫോണില്ലട്ട ഗൈസ്. ഇതെന്താ അമ്മച്ചി? ഇതേ ഗൈസ്, കണ്ട അമ്മച്ചി ഗൈസ്. അമ്മച്ചി വരണ്ട, നമുക്ക് ഈ വഴി കറക്കി എടുക്കാട്ട. ഈ വഴി കറക്കിയെടുത്ത് നമുക്ക് മറ്റേ വഴി വരാം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും കാലിൽ ഇത് ഇടാട്ട. അമ്മച്ചി എന്തെങ്കിലും ഈ വഴി ഇറങ്ങി വരുമ്പോൾ ടൈം പിടിക്കും. അതിന് പിന്നെ നമ്മളോട് എത്തി സാധനം എടുത്തുണ്ടാവും, അത് വേറെ കാര്യം ഗൈസ്. എന്തെങ്കിലും ഇവിടെ വെച്ച് നോക്കട്ടെ ഗൈസ്. ഇത് തന്നെ ഗൈസ്, കളി തന്നെ ഗൈസ്. ഇതെങ്ങനെയല്ല ഗൈസ്, വിച്ചിൻ്റെ വീട്ടിൽ പല സാധനം. പൊക്കത്തൊരു കൈ, ഇവിടെ ഒരു കാല്, ഫ്രണ്ടിൽ തല, എന്തൊക്കെ സാധനങ്ങളാണ്. ഇത് അവിടെ നിന്നാണ് വീണ്ടും ശബ്ദം കേട്ടിട്ട ഗൈസ്. ആ ഗൈസ് കൈ ഇവിടെ നിലത്ത് വീണിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തെങ്കിലും കൈ കൊണ്ട് പൊക്കത്തോട്ട് പോയി നോക്കട്ടെ. പൊക്കത്തൊരു ക്യാരക്ടർ ഗൈസ് പിടിച്ചു ഗൈസ്. ഓട് ഗൈസ്. ലെസ്കോ പൊക്കത്തോട്ട് പോ ഗൈസ്. ആ വഴി വേണ്ട, നീ വഴി കാരണം നമ്മളിപ്പോൾ ആ വഴി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പിടിച്ചു തന്നെ ഗൈസ്. പൊക്കത്തൊരു കൈ ഉണ്ട് ഗൈസ്, എന്നെ അടിച്ചുകൊണ്ടിരിക്കണ ഗൈസ്. ഈ കൈ വെച്ചാൽ അവൻ അടിക്കാൻ പറ്റും നോക്കട്ടെ ഗൈസ്. അവൻ എന്നെ 2-3 പ്രാവശ്യം അടിച്ചു ഗൈസ്. ഇല്ല ഗൈസ്, പൊക്കത്തോട്ട് കയറി വരാൻ ചാൻസ് ഇല്ല. വന്നില്ല, നോക്കട്ടെ ഗൈസ്. ഇല്ല, വന്നില്ല. ഇങ്ങോട്ടേക്കൊന്നും വരാൻ ചാൻസ് ഇല്ല. കാരണം എത്ര സ്റ്റെപ്പ് കയറി അമ്മച്ച് വന്ന് ബാക്കിയായി. എന്തെങ്കിലും ഇവിടെ കൈ കിട്ടുന്നു. ഈ കൈ കണ്ട. ഈ കൈ കാണിച്ചാൽ ഗൈസ്, നമ്മുടെ കൈ കാണിക്കുമ്പോൾ വേറെ കൈ. ഗൈസ് സംഭവം മനസ്സിലായി. നമുക്ക് ഇവിടുന്ന് ഒരു പാട്ടിൻ്റെ ഡിസ്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് അടിയിൽ ഒരു റൂമിനകത്ത് പാട്ടിൻ്റെ ഡിസ്ക് ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ. എനിക്ക് എന്തെങ്കിലും അത് അവിടെ ഇട്ട് കൊടുക്കാം ഗൈസ്. പാട്ടിൻ്റെ റിസ്ക് അല്ല ഗൈസ്, ഡിസ്ക് മാറിപ്പോയി ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഈ റൂമിലല്ലായിരുന്നു ഗൈസ്. ഇവിടെ ഒന്നും ഇല്ലല്ലോ ഗൈസ്. ഇല്ല ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. നമുക്ക് എന്തെങ്കിലും റൂമിൽ ഈ ഡിസ്ക് കണ്ട് ഇട്ട് കൊടുക്കാട്ടോ. ഡിസ്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഗൈസ് ചെറിയൊരു പാട്ടൊക്കെ ഉണ്ട് ഗൈസ്. മിക്കവാറും അമ്മച്ചി ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ചെറിയൊരു പാട്ടൊക്കെ ഉണ്ട്, ശബ്ദം കേട്ട് വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്.
ഇവിടെ ഉണ്ടായിരുന്ന ഗൈസ് നമുക്ക് ഇവിടെ മിക്കവാറും പിടിയില്ല. ഇവിടെ നിന്ന് നമ്മൾ പിടിക്കാൻ ചാൻസ് ഇല്ല. നമ്മളെ ഗൈസ് അവളെ വന്നിപ്പുണ്ട് ഗൈസ്. അമ്മച്ചി കരയാണ് ഗൈസ്. അമ്മച്ചി കരയാണ് ഗൈസ്. ഈ സമയം കൊണ്ട് നമുക്ക് അവിടെ നിന്ന് വടി എടുക്കാൻ പറ്റുമോ ഗൈസ്? അറിയില്ല ഗൈസ്. നമുക്ക് എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. ഗൈസ് കിട്ടി ഗൈസ്, കിട്ടി ഗൈസ്. ഓടിക്കോ ഗൈസ്, ഓടിക്കോ. ഇനി നോക്കാല്ല, ഓടിക്കോ ഗൈസ്. ഗൈസ് ലെറ്റ്സ് ഗോ, ഗൈസ് ലെറ്റ്സ് ഗോ. ഗൈസ് ഫൈനലി നമുക്ക് ഈ വടി കിട്ടിയിട്ടുണ്ട് ഗൈസ്. കുറച്ച് സമയം എടുത്താലും വടി ഇനി കിട്ടി. നമുക്ക് ഇവിടെ എന്തെങ്കിലും പാമ്പിന്, ഇവിടെ അല്ല ഗൈസ്, സോറി ഗൈസ്, എന്തെങ്കിലും ഈ സ്റ്റെപ്പ് കയറി പോയിട്ട് പാമ്പിന് എന്തെങ്കിലും ഇതാക്കാം ഗൈസ്. പാമ്പിനെ നമുക്ക് കയറാക്കാം ഗൈസ്. എവിടെ ഗൈസ്? എവിടെ ഗൈസ്? ഇല്ല ഗൈസ്, ഇവിടെ സോഫയും സോഫയുമേ കിടക്കുള്ളൂ. നിനക്ക് തരട ഗൈസ്. എങ്ങനെ ഗൈസ് ഇത് യൂസ് ചെയ്യണം ഗൈസ്? നമുക്ക് ഇങ്ങനെയല്ലായിരുന്നു ഗൈസ്. എങ്ങനെ ഗൈസ് നോക്കാം ഗൈസ്. പാമ്പായി ഗൈസ്. ഗൈസ് നമ്മളൊരു മന്ത്രവാദിയായിട്ട് ഗൈസ്, അതാണ് മെയിൻ. നമ്മൾ മാജിക് പഠിച്ച് ഗൈസ്. നമ്മളിവിടെ കിഡ്നാപ്പ് ചെയ്യുന്നത് നമ്മളൊരു 2 മാജിക് പഠിച്ചു. ഒന്ന് ഷസാം പഠിക്കാനും പിന്നെ പാമ്പിന് കയറാക്കാനും ഗൈസ്. വേറെ ലെവലുണ്ട് ഗൈസ്. നമുക്ക് ഇതിൻ്റെ ഉള്ളൊന്നും ഇല്ലല്ലോ ഗൈസ്. ഇതിനുള്ളൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ഈ സാധനം കൊണ്ടുവന്ന് ഡോർ കൊണ്ട് വെക്കാട്ടെ ഗൈസ്. അല്ലെങ്കിൽ പിന്നെ ഞാനിത് എവിടെ കൊണ്ടുവന്ന് വെച്ചതിനെ പിന്നെ മറന്നു ഗൈസ്. അതാണ് മെയിനായിട്ട് ശോകം. ഇവിടെ വല്ല ഉണ്ടാവും നോക്കാം ഗൈസ്. ഇനി പിടിച്ചതിനെ പണി പോകും. കാരണം 2 റൂൺ നമുക്ക് കിട്ടി. ഓരോ റൂണോട് കിട്ടിയാൽ മതി ഗൈസ്. ഗൈസ് നമുക്ക് എന്തെങ്കിലും ഈ വഴി പോട്ടെ ഗൈസ്. നമ്മൾ റൈറ്റ് സൈഡിൽ കൂടെ പോകണം. വേണ്ട ഗൈസ്, അടുക്കളയിൽ മിക്കവാറും വിച്ചുണ്ടാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. കണ്ട് ഗൈസ്, അവിടെ നിന്നാണ് കണ്ട് ഗൈസ്. ഫ്രണ്ടിൽ ഇത് ഗൈസ് അവർ ബാക്കിൽ നിന്ന് കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങടെ കുറഞ്ഞു ഗൈസ്. ഇപ്പം ഫ്രണ്ടിൽ കൂടെ വന്നിട്ടുണ്ട്. ഇപ്പം പണി പാളിയാനായിട്ട് ഗൈസ്. കാരണം വെച്ചാൽ ഒറ്റ ലൈഫുള്ളൂ നമുക്ക്. അതാണ് മെയിനായിട്ട്. ഒരു 2 ലൈഫ് 3 ലൈഫൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒറ്റ ലൈഫ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് മെയിനായിട്ടുള്ള വിഷയം. ഈ വഴി എന്തെങ്കിലും കറക്കി എടുക്കാട്ടെ ഗൈസ്. കയറി വരുമ്പോൾ നമുക്ക് ഈ വഴി കൊണ്ടുപോയി സാധനം സെറ്റ് ചെയ്യാം ഡോറിൽ ഗൈസ്. നമുക്കിപ്പോൾ 2 റൂൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു റൂൺ വഴി കണ്ടുപിടിച്ച് തന്നെ ഗൈസ് നമുക്ക് ഇവിടെ എന്തെങ്കിലും എസ്കേപ്പ് ആകാൻ പറ്റുമെന്ന് തോന്നുന്നു ഗൈസ്. ഒരു സെൻട്രലിലത്തെ ഒരെണ്ണോട് മതി ഗൈസ്. ഒരെണ്ണോടാണെങ്കിൽ കണ്ടുപിടിക്കേണ്ട ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഞാനിവിടെ എന്തെങ്കിലും പോയിട്ട് ഫുള്ള് സെർച്ച് ചെയ്യണം. നമുക്ക് ഇവിടെ എന്തെങ്കിലും സെർച്ച് ചെയ്യാനായിട്ടൊന്നുമില്ല ഗൈസ്. ആ വഴി ഇറങ്ങാനുണ്ട് ഗൈസ്. സ്റ്റെപ്പ് വഴി ഇറങ്ങുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഈ വഴി മേഖല വഴി കണ്ട് ഇറങ്ങി പോവാട്ടെ ഗൈസ്. പിന്നെ ഞാൻ ഇതെന്തെങ്കിലും ഇനി എല്ലാ വീടും നമുക്ക് ഇനി ഒരു എല്ലും കഷ്ണം കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ എല്ലും കഷ്ണം കൊണ്ട് എന്താ കളിയെന്ന് അറിയില്ല. പിന്നെ വേറെ നമ്മൾ പൊക്കത്തെ ബോക്സ് തുറന്ന് അടിയിലെ മറ്റേ പാട്ടൊക്കെ ഉള്ളതും വെച്ച് ക്ലോക്കിലെ സമയവും വെച്ച് പിന്നെ ഇനി എന്താ കളിയെന്ന് എനിക്ക് മനസ്സിലാവാത്ത. ഇനി എന്ത് ചെയ്യണം ഗൈസ്? എനിക്കൊന്നും നമ്മൾ സെർച്ച് ചെയ്ത് തന്നെ ഇവിടെങ്ങാണ്ട് വിട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. അപ്പം എന്തെങ്കിലും ഒന്നുകൂടിയും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. ഈ റൂമിൽ ഞാൻ നോക്കിയതാണ്. എന്തെങ്കിലും പൊക്കത്താണ് നമ്മൾ സെർച്ച് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളൂ. എന്തെങ്കിലും പൊക്കത്തൊന്ന് സെർച്ച് ചെയ്തിട്ടാ ഗൈസ്. ഇതിൻ്റെ ഇവിടെ റൈറ്റ് സൈഡിൽ വേറെ ബോക്സുകൾ എടുക്കാണ്ട്. ഇല്ല ഇവിടെ ഒന്നും ഇല്ലല്ലോ ഗൈസ്. ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇവർക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചുകൂടെ? ഇതിൻ്റെ ഉള്ളൊന്നും ഇല്ല ഗൈസ്. എന്തൊക്കെ സെർച്ച് ചെയ്തിട്ടാ ഗൈസ്. കുറേ നേരത്തെ സെർച്ചിങ് ആണ് ഗൈസ്. ഇതൊരു കിട്ടിയിട്ടില്ല ഗൈസ്. നമുക്ക് റൂം കിട്ടിയിട്ടില്ല ഗൈസ്. ഇവിടെ നമുക്ക് ഷസാം അടിക്കേണ്ടത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഷസാം അടിച്ചോട്ടെ ഗൈസ്. ഒരു റൂം ഗൈസ്. എൻ്റെ ഗൈസ് ഞാനൊരു 1/2 മണിക്കൂറായിട്ട് തപ്പണേ ഗൈസ് ഒരു റൂമിന് വേണ്ടിയിട്ട്. ഞാനപ്പോൾ ഷസാം അടിക്കാൻ അതിൻ്റെ ഇടയിൽ നോക്കി. അപ്പോൾ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെ പേപ്പർ എടുത്താലാണ് നമുക്ക് ഷസാം അടിക്കാൻ പറ്റുള്ളൂ. ഫൈനലി ഗൈസ് എസ്കേപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ എന്താ എഴുതിയിരിക്കണമെന്ന് വെച്ചാൽ നമ്മൾ എസ്കേപ്പ് ചെയ്ത് നമ്മളപ്പോൾ നേരെ ഫ്രണ്ടിലോട്ട് കാടിലോട്ട് ഓടി. അപ്പോൾ നമ്മുടെ കാല് കഴക്കണ്ടായിരുന്നു. നമ്മൾ ഓടി നിന്നപ്പോഴേക്കും നമ്മളൊരു ബുഷസിൻ്റെ ഇടയിൽ നിന്ന് ഒരു ഹേ യു എന്നൊരു ശബ്ദം കേട്ട് ഗൈസ്. അപ്പോൾ ബുഷസിനുള്ളിൽ ഒരു പെണ്ണായിരുന്നു ഗൈസ്. അപ്പോൾ പെണ്ണ് നമ്മുടെ ഈ വടി കണ്ടിട്ട് എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ വിച്ചിൻ്റെ അടുത്ത് നിന്നാണ് ഈ വടി എന്നൊക്കെ ചോദിക്കേണ്ടത് ഗൈസ്. അപ്പോൾ നമ്മളെന്തെങ്കിലും പെണ്ണിനെ മേടിച്ച് കൊണ്ടിപ്പോൾ പെണ്ണ് ചിരിക്കേണ്ട ഗൈസ്. ചിരിച്ചിട്ട് നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് പറയണ ഗൈസ്. ഈ പെണ്ണ് ഏതാന്നല്ല ഗൈസ്. പെണ്ണോട് ചിരിച്ചിട്ട് നമ്മളെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് ഗൈസ്. അപ്പോൾ തന്നെ നമ്മൾ ഒരു പാമ്പുണ്ടായിരുന്നു ഫ്രണ്ടിൽ. അപ്പോൾ പാമ്പിന് നമ്മളെന്തെങ്കിലും വടിയൊക്കെ കാണിച്ചു കൊടുത്തു ഗൈസ്. വടിയിലെ ഗൈസ് റോപ്പാക്കി കാണിച്ചു കൊടുത്തു ഗൈസ്. അപ്പോൾ പെണ്ണെന്തെങ്കിലും വണ്ടറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയണ വെരി ഗുഡ് ഫ്രണ്ട്സ്. നമ്മളെന്തെങ്കിലും നല്ല ഫ്രണ്ട്സായിട്ടിരിക്കാന്നൊക്കെ പെണ്ണ് പറയേണ്ട ഗൈസ്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റിലെ ചാപ്റ്റർ ഇവിടെ നിങ്ങൾ ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും കണ്ടവർ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവരുണ്ട് സബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ഇനി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്.